പാലക്കാടും ചേലക്കരയും വയനാടും എന്താണ് അവരുടെ ജനപ്രതിനിധികളുടെ കാര്യത്തിലുള്ള തീരുമാനമെന്ന് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. LDF 12,201 വോട്ടുകൾക്കാണ് ചേലക്കരയിൽ LDF സ്ഥാനാർത്ഥി UR പ്രദീപ് വിജയിച്ചത്. പാലക്കാടാകട്ടെ UDF സ്ഥാനാർത്ഥി 18,840 വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചിരിക്കുന്നു. പ്രിയങ്ക ഗാന്ധി 3,94,734 വോട്ടുകൾക്കാണ്. വയനാട് ലോക്സഭാ മണ്ഡലം നിലമ്പൂരും വണ്ടൂരും ഏറനാടും തിരുവമ്പാടിയും ഒക്കെ ഉൾപ്പെടുന്ന മലപ്പുറം ജില്ലയുടെ വലിയൊരു ഭാഗം ഉൾപ്പെടുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വിജയം സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തായിരുന്നാലും മൂന്ന് ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ ഉള്ള കേരള ജനതയുടെ തീരുമാനമാണ് ഇതുവഴി സാധ്യമായിരിക്കുന്നത്. നമുക്ക് ചേലക്കരയിലേക്കൊന്ന് പോകേണ്ടതുണ്ട്. ചേലക്കരയിൽ നിന്ന് സാലി മുഹമ്മദ് ചേരുന്നു. സാലി, ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം 12,201 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ചേലക്കരയിൽ UR പ്രദീപ് സ്വന്തമാക്കിയത്. അതായത് കഴിഞ്ഞ തവണ K രാധാകൃഷ്ണൻ ലോക്സഭയിൽ നേടിയ 5,000 എന്ന ഭൂരിപക്ഷമാണ് ഇതുമായി കമ്പയർ ചെയ്യേണ്ടത്. വലിയൊരു വിജയം തന്നെ സാധ്യമാക്കിയിരിക്കുന്നു. മാത്രമല്ല UDFൻ്റെ 3,000 വോട്ടുകളോളം അവിടെ കുറയുകയും ചെയ്തിരിക്കുന്നു ലോക്സഭയുമായി കമ്പയർ ചെയ്യുമ്പോൾ, അല്ലേ സാലി? ഏറ്റവും പുതിയ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ആജിംഷാദ്, ഒപ്പം പറയേണ്ട മറ്റൊരു കണക്ക് കൂടെ ഉണ്ട്. 2016 പ്രദീപ് നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ നേടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ഇത്തവണ നേടിയിട്ടുണ്ട്. 2,000-ലധികം ഭൂരിപക്ഷം കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ രമ്യയ്ക്ക് കഴിഞ്ഞ ലോക്സഭയിൽ ഈ മണ്ഡലത്തിൽ നിന്ന് UDFന് കിട്ടിയ വോട്ടിനേക്കാൾ 2,569 വോട്ട് കുറയുകയും ചെയ്തു. LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ 5,200 വോട്ടിൻ്റെ ലീഡാണ് ഇപ്പോൾ ഇരട്ടിയിലധികമായി കുതിച്ചു കയറിയിരിക്കുന്നത് എന്നുള്ള ഒന്നാമത്തെ കാര്യം. UR പ്രദീപ് മത്സരിച്ച 2016 തെരഞ്ഞെടുപ്പിൽ നേടിയ ലീഡിനേക്കാൾ ഉയർന്ന ലീഡിലേക്ക് എത്താൻ LDFന് കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു കാര്യം. ഈ മണ്ഡലം ചുവന്ന് തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ ഭൂരിപക്ഷത്തിന് ഈ മണ്ഡലം LDF നിലനിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ PV അൻവറിന്റെ സ്ഥാനാർത്ഥി എന്താണ്, സുധീറോ, അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് ഒന്ന് പറയാമോ? സുധീറിന് കിട്ടിയത് 3,920 വോട്ടുകൾ മാത്രമാണ്. 10,000-ൽ മുകളിൽ വോട്ടാണ് ഇയാളെ അൻവർ പ്രഖ്യാപിച്ചിരുന്നത്. അത് കേവലം 3,920 വോട്ടിൽ ഒതുങ്ങി എന്നുള്ളതാണ്. ഏതായാലും അത് അല്പം മുമ്പ് വിജയിച്ച LDF സ്ഥാനാർത്ഥി അത് പറയുകയും ചെയ്തു. അൻവറിൻ്റെ സ്ഥാനാർത്ഥി വരുന്ന ഒരു ചുക്കും ഉണ്ടാക്കില്ല എന്ന് തങ്ങൾ മുമ്പ് തന്നെ പറഞ്ഞിരുന്നു. അത് തെളിയിച്ചിരിക്കുന്നു എന്നാണ് അല്പം മുമ്പ് UR പ്രദീപ് പറഞ്ഞത്. അതായത് ഏതെങ്കിലും തരത്തിൽ നിക്ഷിപ്ത താല്പര്യങ്ങളോടെ രാഷ്ട്രീയ പ്രവർത്തനവും തെരഞ്ഞെടുപ്പിൽ ഇടപെടലും ഒക്കെ നടത്തിയാലും ജനങ്ങൾ ഒരു തരത്തിലും അതിന് നിന്നുകൊടുക്കില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് അൻവറിന് ഈ മണ്ഡലത്തിൽ നിന്നുണ്ടായ തിരിച്ചടി എന്ന കാര്യത്തിൽ തർക്കമില്ല. അൻവർ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വ്യക്തിപരമായി ആക്രമിച്ച് അധിക്ഷേപിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ രീതിയായിരുന്നു ഉടനീളം സ്വീകരിച്ചിരുന്നത്. അതിന് കിട്ടിയ വലിയ തിരിച്ചടിയാണ് അൻവറിൻ്റെ ഈ വോട്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അതിനൊപ്പിച്ച് തന്നെയാണ് UDFും സംസാരിച്ചിരുന്നത്. പ്രചരണ രംഗത്തുടനീളം വ്യക്തമായ രാഷ്ട്രീയം സംസാരിക്കാൻ തയ്യാറായില്ല. വ്യക്തിപരമായി അധിക്ഷേപിക്കാനൊക്കെയാണ് സ്ഥാനാർത്ഥിയെയും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ, സർക്കാരിനെതിരായ ജനവികാരമുണ്ട് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കാനാണ് പ്രചരണത്തിലുടനീളം ശ്രമിച്ചത്. അതൊന്നും ജനങ്ങൾക്കിടയിൽ ഏറ്റില്ല എന്നുള്ളതാണ് ചേലക്കര നൽകുന്ന പാഠം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ പഞ്ചായത്തിലും ചേലക്കര തിരുവല്ലോമല വരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ, അതായത് ചേലക്കരയൊക്കെ UDFന്റെ സ്വാധീന മണ്ഡലങ്ങളായിരുന്നു, പഞ്ചായത്തുകളായിരുന്നു. അവിടെ പോലും UDFന് പ്രതീക്ഷിച്ച ഒരു വിജയം സ്വന്തമാക്കാനായില്ല. എന്നാൽ വരവൂരും ദേശമംഗലം UR പ്രദീപിൻ്റെ പഞ്ചായത്താണ്. അവിടെയൊക്കെ വലിയ നേട്ടങ്ങൾ LDFന് സാധ്യമാക്കി. പഞ്ചായത്തുകളുടെ കൂടി ഒന്ന് കടന്നു പോകുമ്പോൾ സാലി, അതായത് പഞ്ചായത്ത് തിരിച്ചുള്ള കണക്ക് പുറത്ത് ലഭിച്ചിട്ടില്ല. സമയത്തിനകം അത് ലഭിക്കുള്ളൂ. റൗണ്ട് തിരിച്ചുള്ള കണക്കാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതിൽ 13 റൗണ്ടിൽ ഒരു റൗണ്ടിൽ മാത്രമാണ് LDFന് ഒരു അല്പം വോട്ട് കുറവുള്ളൂ. എല്ലാ പഞ്ചായത്തുകളിലും LDF ആണ് ലീഡ്. പക്ഷേ മുള്ളൂർക്കരയും സമീപ പഞ്ചായത്തും ചേർന്ന 11ാമത്തെ റൗണ്ടിലെത്തിയപ്പോൾ മാത്രമാണ് ഒരു അല്പം വോട്ട് കുറഞ്ഞത്. ബാക്കി എല്ലാ റൗണ്ടിലും കൃത്യമായി ഭൂരിപക്ഷം നിലനിർത്തി വർദ്ധിപ്പിച്ച് ക്രമമായി ഉയർത്തിക്കൊണ്ടുവന്ന് തന്നെയാണ് ഈ മികച്ച വിജയം LDF നേടിയത്. ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം വോട്ടല്ല ഇത്. ഈ മണ്ഡലത്തിലാകെ സമസ്ത ജനവിഭാഗങ്ങളും കൃത്യമായി ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം പിന്തുണയോടെ ജയിച്ചു എന്ന് പറയാൻ കഴിയാത്ത വണ്ണം കൃത്യമായി വോട്ടിംഗ് നടന്നിട്ടുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും, എല്ലാ പ്രദേശങ്ങളിലും, എല്ലാ പഞ്ചായത്തുകളിലും, എല്ലാ വാർഡുകളിലും തന്നെ
LDF അവരുടെ വോട്ട് നിലനിർത്തുകയും ക്രമമായി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പ് വിജയം നൽകുന്ന ഒരു സന്ദേശം കൃത്യമായിട്ടുണ്ട്. അത് ഒന്ന്, സംസ്ഥാന സർക്കാരിനെതിരായ ജനവികാരമുണ്ട്, ആൻറ്റി ഇൻകംബൻസി ഉണ്ട് എന്നുള്ളതായിരുന്നു ഒരു വിഭാഗം മാധ്യമങ്ങളും പ്രതിപക്ഷവും ഈ അൻവറിനെ പോലുള്ള ആളുകളും പറഞ്ഞു നടന്നിരുന്നത്. അങ്ങനെ ഒന്ന് കേരളത്തിലില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. ഒന്ന്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊന്ന്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെച്ച പലതരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്കും ലഭിച്ച തിരിച്ചടി കൂടിയാണിത്. ഏതെങ്കിലും തരത്തിൽ കൃത്യമായി പൊളിറ്റിക്സ് പറയാതെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും മറ്റും ശ്രമിച്ച പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള പ്രതിപക്ഷ നിരയിലെ ഒരു വിഭാഗം നേതാക്കന്മാർക്ക് ലഭിച്ച തിരിച്ചടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുതന്നെയാണ് LDF ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത്. ഒന്ന്, സർക്കാരിനെതിരായ യാതൊരു ജനവികാരവുമില്ല, സർക്കാരിന് ഒപ്പമാണ് ജനങ്ങൾ എന്ന് തെളിഞ്ഞൊരു തെരഞ്ഞെടുപ്പാണ് ചേലക്കരയിൽ നടന്നത് എന്നുള്ളതാണ്. അതാണ് ലോക്സഭയിലേക്കാൾ ഉയർന്ന ഭൂരിപക്ഷം ലഭിക്കാൻ കാരണം. അതാണ് 2016 പ്രദീപ് നേടിയതിനേക്കാൾ ഉയർന്ന ലീഡ് നേടാൻ കാരണം. ആ രണ്ട് ഘടകങ്ങളും പരിശോധിച്ചാൽ വ്യക്തമാകുന്ന കാര്യം, ഇടതുമുന്നണി വ്യക്തമായ ജനകീയ അടിത്തറയോടെ ഈ മണ്ഡലത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. സംസ്ഥാനത്തുടനീളം ഇടതുവിരുദ്ധ സർക്കാർ വിരുദ്ധ തരംഗം ഉണ്ടെന്ന ആക്ഷേപം ചേലക്കരയിലെ വോട്ടർമാർ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. തീർച്ചയായും അതുതന്നെയാണ് ഏറ്റവും വലിയൊരു അടയാളപ്പെടുത്തലായി ചേലക്കരയെ സംബന്ധിച്ച് പറയേണ്ടത്.